പത്രം സ്കൂളിൽ ചേരുമ്പോൾ. പാചകവാതകത്തിൻ്റെയും തക്കാളിയുടെയും വൈദ്യുതിയുടെയും വിലകൾ മാത്രമല്ല, സ്വന്തം വാർഡ് മെമ്പറുടെ പേരും വില്ലേജ് ഓഫീസ് എവിടെയാണെന്നും ഒന്നും അറിയാത്ത സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും ഒക്കെ നമുക്ക് ചുറ്റും എത്ര വേണമെങ്കിലുമുണ്ട്. ഇത്തരം അറിവില്ലായ്മകളൊന്നും ഫുൾ A+ നേടുന്നതിന് തടസ്സമാകുന്നില്ല എന്ന നിലവിലെ അവസ്ഥ പക്ഷെ മാറുകയാണ്. അതെ, ജൂൺ 9 പത്രങ്ങൾ ആഘോഷിച്ച ഒരു വാർത്തയുടെ പുനർവായനയിലേക്ക് സ്വാഗതം. ഇത് ന്യൂസ് ബാൻഡിന്റെ പുതിയ എപ്പിസോഡ്. സ്കൂളുകളിൽ പത്രവായന പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നു എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിയിപ്പാണ് വാർത്ത. അസംബ്ലിയിൽ പത്രവായന, പ്രധാന വാർത്തകളുടെ ആഴ്ചതോറുമുള്ള അവതരണം, സ്കൂൾ റേഡിയോ, ക്വിസ്, വർക്ക്ഷീറ്റ്, ചർച്ച, പത്രം തയ്യാറാക്കൽ മത്സരങ്ങൾ, സർവോപരി ഗ്രേസ് മാർക്ക്. ഇങ്ങനെ പോകുന്നു മന്ത്രിയുടെ പ്രഖ്യാപനത്തിന്റെ ഉള്ളടക്കം. സ്കൂൾ, കുട്ടികൾ, പത്രം, നല്ല കോമ്പിനേഷൻ തന്നെ. എങ്കിലും ന്യൂസ് ബാൻഡ് ഈ വാർത്തയെ അത്ര ആവേശത്തോടെ സ്വീകരിക്കുന്നില്ല. വിശദീകരിക്കാം. കാട് കയറുന്ന ടെക്സ്റ്റ് ബുക്കുകളും ജീവിതഗന്ധിയല്ലാത്ത ക്ലാസ് മുറികളും എല്ലാമുള്ള നമ്മുടെ സ്കൂളുകളിൽ ഇത്തരം പുതിയ പാഠങ്ങൾ ഇനിയും അരങ്ങേറും. ആദ്യമേ പറയട്ടെ, ഗ്രേസ് മാർക്ക് എന്ന ആകാശമുട്ടായി കാണിച്ച് കുട്ടികളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കുന്നത് തന്നെ അശാസ്ത്രീയവും യുക്തിരഹിതവുമായ നടപടിയാണ്. മാർക്കിനും ഗ്രേഡിനും വേണ്ടിയല്ലാതെ എല്ലാവരും സ്വായത്തമാക്കേണ്ട ഒരു നല്ല ശീലം തന്നെയാണ് പത്രവായന. ചായപ്പീടിക തിണ്ണയിലെ അരച്ചുപെറുക്കിയുള്ള വായന മുതൽ തലക്കെട്ടുകളിൽ നിന്ന് തലക്കെട്ടുകളിലേക്ക് തെന്നി നീങ്ങുന്ന ഡിജിറ്റൽ വായന വരെയുള്ള ഒരുപാട് വെർഷനുകൾ പത്രവായനയ്ക്ക് നിലവിലുണ്ട്. സ്പോർട്സ് പേജിലും സിനിമാ പേജിലും രാഷ്ട്രീയ വാർത്തകളിലും മാത്രം ഒതുങ്ങിപ്പോകുന്ന വായനയുമുണ്ട്. അന്തിമ വിശകലനത്തിൽ പത്രങ്ങളുടെ ഡിജിറ്റൽ എഡിഷനുകളുടേതടക്കം വായനയുടെ എല്ലാ ഓൺലൈൻ സാധ്യതകളും കണക്കിലെടുത്താലും കേരളത്തിലെ സാഹചര്യങ്ങളിൽ നല്ലൊരു ഇംഗ്ലീഷ് ദേശീയ ദിനപത്രത്തിന്റെ ഫിസിക്കൽ കോപ്പി ദിവസേന കയ്യിലെടുക്കുന്നതും ആദ്യമൊന്ന് ഓടിച്ചു നോക്കുകയും തുടർന്ന് ചില താല്പര്യങ്ങൾ, ആവശ്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ആഴത്തിൽ ഫോക്കസ്ഡ് ആയിട്ട് വായിക്കുന്നതും സമാനതകളില്ലാത്ത ഒരു നല്ല പഠന പ്രക്രിയ തന്നെയാണ്. വിദ്യാർത്ഥി ജീവിതത്തിന്റെ പാതി വഴി പിന്നിടുമ്പോഴേക്കും ഈ ശീലം സ്വാഭാവിക രീതിയിൽ തന്നെ സ്വായത്തമാക്കുന്നതിനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും കേരളത്തിലെ എല്ലാ കോളേജ് ലൈബ്രറികളും മിക്കവാറും എല്ലാ ഹൈസ്കൂളുകളിലും നിലവിലുണ്ട്. നിർഭാഗ്യവശാൽ ഇങ്ങനെയൊരു നല്ല കാര്യം ഇന്നോളം സംഭവിച്ചിട്ടില്ല. എന്നാൽ എല്ലാം കഴിഞ്ഞ് മത്സര പരീക്ഷകളുടെയും തൊഴിലന്വേഷണത്തിന്റെയും ഒക്കെ ലോകത്തെത്തുമ്പോൾ കഥ മാറുന്നു. സിവിൽ സർവീസ് പ്രവേശനത്തിനും മറ്റുമുള്ള പരിശീലന വേദികളിൽ ദ ഹിന്ദു പോലുള്ള ദിനപത്രങ്ങൾ പാഠപുസ്തകം പോലെ പ്രയോജനപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പത്രങ്ങളുടെ ഡിജിറ്റൽ എഡിഷനുകളും ഇവിടെ കാര്യക്ഷമമായി ഉപയോഗിക്കപ്പെടുന്നു. കേവലം തലേ ദിവസത്തെ വാർത്തകൾക്ക് പുറമെ നിലവിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ദിശനാശാലികളായവരുടെ ഏറ്റവും പുതിയ ചിന്തകൾ കൂടി പല രൂപത്തിൽ ദിവസേന എന്നോണം അവതരിപ്പിക്കുന്ന കാമ്പുള്ള പത്രങ്ങൾ നൽകുന്ന അനുഭവത്തിനു പകരമായിട്ട് മറ്റൊന്നുമില്ലാത്തത് കൊണ്ടാണ് മേൽ പരാമർശിച്ച രീതിയിൽ നല്ല പത്രങ്ങൾ ഇന്നും സ്വീകരിക്കപ്പെടുന്നതും സ്വീകരിക്കപ്പെടേണ്ടതും. ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി. സാധാരണ പ്രാദേശിക പത്രങ്ങളുടെ കാര്യത്തിലെങ്കിലും ഉന്നത വിദ്യാഭ്യാസം പോയിട്ട് സാമാന്യ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത നിരവധി പേർ ഇന്നും സ്വാഭാവിക രീതിയിൽ തന്നെ സ്വന്തമാക്കുകയും മരണം വരെ ഒപ്പം കൂട്ടുകയും ചെയ്യുന്ന ഒരു ശീലം തന്നെയാണത്. ഇതേ രീതി കുട്ടികളിലും വികസിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ട സ്കൂളുകൾ എന്തു വില കൊടുത്തും കുട്ടികളെ പത്രവായനയിലേക്ക് വലിച്ചടുപ്പിക്കാൻ നിർബന്ധിതരാകുന്നിടത്താണ് പ്രശ്നം. അങ്ങനെ ചെയ്താൽ പഠനകാലത്തിനു ശേഷം ഇൻസ്ട്രുമെന്റ് ബോക്സിനും പീരിയോഡിക് ടേബിളിനും യുവജനോത്സവ വേദിക്ക് വേണ്ടി പഠിച്ച നൃത്ത ചുവടുകൾക്കുമെല്ലാമൊപ്പം കുട്ടികൾ വലിച്ചെറിയുന്ന മറ്റൊരു പഠനോപകരണമായി മാറും പത്രവും എന്ന കടുത്ത ആശങ്കയിൽ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. ഹൃദയം തൊടുന്ന മറ്റൊരു വാർത്തയുടെ പുനർവായനയുമായി ന്യൂസ് ബാൻഡിൽ വീണ്ടും കാണാം. ഞാൻ ഗോപിക സുനിൽ. ബൈ.